നമസ്കാരം. അത്തം നക്ഷത്രത്തിൻ്റെ ഏതെല്ലാം ദശാകാലങ്ങളാണ് നമുക്ക് ദോഷപ്രദനായിട്ട് വരുന്നതെന്ന് നോക്കാം. ഓരോ നക്ഷത്രക്കാർക്കും പല ദശാകാലങ്ങളും ദോഷപ്രദനായി വരികയും ആ ദശാകാലങ്ങളിൽ നമ്മൾ ആചാര വിധി അനുസരിച്ച് ആചാരാനുഷ്ഠാനങ്ങളനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് ദോഷപ്രദനായ കർമ്മങ്ങളൊക്കെ ചെയ്ത് മാറ്റുന്നതുകൊണ്ട് ശാന്തി കർമ്മങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ടും നമുക്കൊരുപാട് ദശാകാലം അനുകൂലമാക്കി തീർക്കാൻ സാധിക്കും. അത്തം നക്ഷത്രക്കാർക്ക് അത്തം നക്ഷത്രത്തിൻ്റെ ശനി എന്ന് പറയുന്നതും രാഹു കേതു ദശാകാലങ്ങളും ശനി ദശാകാലങ്ങളും എന്താണ് വളരെ മോശം തന്നെയാണ് അത്തം നക്ഷത്രക്കാർക്ക്. ഈ അത്തം നക്ഷത്രക്കാർക്ക് ചില ശനി ദശാകാലങ്ങളിലൊക്കെ വളരെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതായിട്ട് എനിക്കറിയാം. അതുപോലെ കേതുർ ദശയിലാണെങ്കിലും രാഹുർ ദശയിലാണെങ്കിലും. അപ്പോൾ ഈ 3 ദശാകാലങ്ങളും അത്ത നക്ഷത്രക്കാർ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതിന് വേണ്ട ശാന്തി കർമ്മങ്ങൾ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുക. നമുക്കറിയാൻ പാടില്ല എന്ന് വിചാരിക്കാം. നമ്മുടെ ദശാകാലങ്ങൾ നമുക്കറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ദശാകാലങ്ങളിൽ അതിന് വേണ്ട വഴിപാടുകൾ ചെയ്യാനായിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ വെച്ച് നമ്മുടെ ദശാകാലമൊക്കെ മാർക്ക് ചെയ്ത് നോക്കി നേരത്തെ മുൻകൂട്ടി കണക്കൂട്ടി വയ്ക്കാം. ദുർഗാഭജനമാണ് നമ്മൾ ഈ ദശാകാലങ്ങളിലൊക്കെ അനുഷ്ഠിക്കേണ്ട കർമ്മം. ദുർഗാഭജനമാണ്. നക്ഷത്രക്കാർക്ക് അത്തവും തിങ്കളാഴ്ചയും ഒത്തുവരുന്ന ദിവസങ്ങളിൽ അത്തം നക്ഷത്രം തിങ്കളാഴ്ച ദിവസം ഒത്തുവരുന്ന ദിവസങ്ങളിൽ വിശേഷാൽ പൂജകൾ ദുർഗാക്ഷേത്ര ദർശനം ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അത്തം നക്ഷത്രം തിരുവോണം നക്ഷത്രങ്ങളിലൊക്കെ ക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ നടത്തി ബുധനെ പ്രീതിപ്പെടുത്തുക. ബുധൻ ഗ്രഹത്തെ പ്രീതിപ്പെടുത്തി അവർക്ക് വേണ്ട ദാനങ്ങൾ ധർമ്മങ്ങളൊക്കെ ചെയ്യാം. ചോതി നക്ഷത്രം അശ്വതി നക്ഷത്രം ഭരണി നക്ഷത്രം കാർത്തിക മൂലം അനിഴം അത്തം എന്നുള്ള നക്ഷത്രക്കാർക്ക് പ്രതികൂലമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഈ നക്ഷത്രങ്ങളൊക്കെ. അതുകൊണ്ട് ഇന്നേ ദിവസം ഈ പറയുന്ന നക്ഷത്രക്കാരുമായിട്ടുള്ള അശ്വതി നക്ഷത്രത്തിൽ അവർക്ക് അത്തം നക്ഷത്രക്കാർക്ക് പ്രതികൂലമായത് അന്നേ ദിവസം നമ്മൾ അതിനു വേണ്ട കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അവർക്ക് കൂടുതൽ ക്രയവിക്രയങ്ങൾ അവർക്ക് കൊടുക്കൽ വാങ്ങൽ പൈസ ആണെങ്കിൽ പോലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതും കൂടെ പോകും. അപ്പോൾ പ്രതികൂല നക്ഷത്രക്കാരുമായിട്ടുള്ള ബിസിനസ്സുകൾ കൂട്ടു ബിസിനസ്സുകൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ നോക്കുന്നത് നല്ലതാണ്. അത്ത നക്ഷത്രക്കാർക്ക് അശ്വതി ഭരണി കാർത്തിക മൂലം അനിഴം ഇതൊക്കെ വളരെ പ്രതികൂല നക്ഷത്രങ്ങൾ തന്നെയാണ്. ചോതി അശ്വതി ഭരണി കാർത്തിക മാത്രം ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളിൽ നമ്മൾ ഇവരുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ നിഷിദ്ധ നക്ഷത്രങ്ങളാണ്. വെള്ളയും പച്ചയുമാണ് അവരുടെ നിറം. അത്ത നക്ഷത്രക്കാർക്ക് സ്യൂട്ടായ നിറം അനുകൂല നിറങ്ങൾ വെള്ളയും പച്ചയുമാണ്. ദേവത അത്ത നക്ഷത്രക്കാരുടെ ദേവത സൂര്യനാണ്, ആദിത്യനാണ്. ആദിത്യൻ്റെ മന്ത്രമായ ഓം സവിത്രേ നമ എന്ന ആദിത്യ മന്ത്രം ഓം സവിത്രേ നമ എന്ന മന്ത്രം നിങ്ങൾ കുറഞ്ഞത് 336 ഉരുവെങ്കിലും ജപിക്കുന്നത് അത്ത നക്ഷത്രക്കാർക്ക് നല്ലതാണ്. എസ്പെഷ്യലി ശനിയാഴ്ച ശനി ദശാകാലം കേതുർ ദശാകാലം രാഹുർ ദശാകാലത്തൊക്കെ നിങ്ങളിത് നിരന്തരം ഈ മന്ത്രം ദേവതാ മന്ത്രം പാരായണം ചെയ്യുന്നത് നല്ലതാണ്. കണ്ണടച്ച് എവിടെയെങ്കിലും ഇരുന്ന് ജപിക്കുന്ന സമയത്ത് ഇത് ആദിത്യ ഭഗവാനെ മനസ്സാ കണ്ടുകൊണ്ട് ഓം സവിത്രേ നമ എന്ന മന്ത്രം നിങ്ങൾ ജപിക്കും.